എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ നാളെ ജൂൺ 2, അങ്ങനെ ജൂൺ 2 വന്നെത്തി. ഈ ജൂൺ 2ൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാലയങ്ങൾ മുഴുവനും വർണ്ണപ്രഭമായിട്ട് പുതിയ കൂട്ടുകാരെ സ്വീകരിക്കാൻ, സ്കൂളിലേക്ക് എത്തുന്ന പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ ടീച്ചർമാരും PTA ഭാരവാഹികളും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് സ്കൂളെല്ലാം വളരെ മനോഹരമായിരിക്കും. വിവിധ ചടങ്ങുകളാണ് സംഘടിപ്പിക്കുന്നത്. അധ്യാപകരുടെ വക പരിപാടികൾ, അതുപോലെ തന്നെ PTA ഭാരവാഹികളുടെ പരിപാടികൾ. കുട്ടികൾ എന്നാലും വലിയ ജിജ്ഞാസ, ഒരു വലിയ കൗതുകത്തോടു കൂടിയായിരിക്കും ഞങ്ങളുടെ പുതിയ ലോകത്ത് ഈ 1ാം ക്ലാസ്സിലൊക്കെ ചേരാൻ വേണ്ടി അമ്മമാരുടെയും അപ്പന്മാരുടെയൊക്കെ കൈപിടിച്ച് വരുന്ന കൊച്ചു കൂട്ടുകാർ ഈ വലിയ ലോകം കാണുമ്പോൾ, വലിയ സ്കൂളും അവിടുത്തെ ഗ്രൗണ്ടും കെട്ടിടമൊക്കെ കാണുമ്പോൾ വലിയ ജിജ്ഞാസയോടുകൂടി കരഞ്ഞും പിഴിഞ്ഞും അവരുടെ പുതിയ ലോകത്തോട് അവർ നോക്കിക്കാണുന്ന ഒരു നേർക്കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ജൂൺ 2 നടക്കുന്നത്. ജൂൺ 2 മിക്കവാറും മഴയുണ്ടാകും, കുടയൊക്കെ ചൂടിയിട്ടായിരിക്കും പോക്ക്. മുൻപുള്ള പ്രവേശനോത്സവങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം കുറേയും കൂടി വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള പരിപാടി. കുട്ടികൾക്ക് ഒരു കാരണവശാലും സ്കൂൾ എന്ന് പറയുന്ന ഒരു പേടിസ്വപ്നമായിട്ട് തോന്നരുത്. അതുപോലത്തെ പരിപാടികളായിരിക്കും മിക്കവാറും സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, പ്രവേശന ഗാനം സംഘടിപ്പിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ജൂൺ 2 വർണ്ണാഭമായിട്ടാണ് നമ്മുടെ ജൂൺ 2 നിൽക്കുന്നത്. ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്. ഏതാണ് സ്കൂള്? കോട്ട KECP സ്കൂൾ. ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന മഹാനായ മനുഷ്യൻ, CMI സഭ സ്ഥാപിച്ച വിശുദ്ധനായ ചാവറ പിതാവിൻ്റെ നാമധേയത്തിലുള്ള വളരെ ചുരുക്കം സ്കൂളുകളിൽ ഒന്നാണ് കോട്ടയിലെ സ്കൂൾ. ഈ സ്കൂള് പഴയ സ്കൂളിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കോട്ടക്കാർക്കറിയാം, ചാലക്കുടിക്കാർക്കൊക്കെ അറിയാം. ഈ ഗ്രൗണ്ടിൻ്റെ 2 വശത്തും 2 കെട്ടിടങ്ങൾ, 2 ഓടിട്ട കെട്ടിടങ്ങൾ. പണ്ട് അവിടെ ശാസ്ത്ര പ്രദർശനം നടക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്. 2 ഓടിട്ട കെട്ടിടങ്ങൾ, നീണ്ട ഓടിട്ട കെട്ടിടങ്ങൾ, അതിൻ്റെ നടുക്ക് ഗ്രൗണ്ട്. അങ്ങനെയായിരുന്നു ആ സ്കൂളിൻ്റെ രീതി. പിന്നീട് അത് ഒരു വശത്തെ പൊളിച്ച് നടുക്ക് കോൺക്രീറ്റ് കെട്ടിടം വന്നു. ഇപ്പോൾ നമ്മൾ ആ വിദ്യാലയത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ നമുക്ക് ഇത് കോട്ട KECP സ്കൂൾ തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ഭയങ്കര ഹൈടെക് ലെവലിൽ പുൽത്തകിടിയൊക്കെ വെച്ച് ആകെ മുഖച്ഛായയ്ക്ക് മാറ്റം വന്നിരിക്കുകയാണ്. സ്കൂളിൻ്റെ മുഖച്ഛായ ആകെ മാറിയിരിക്കുന്നു. ഈ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇടം, അതൊരു ഇടമാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ അധ്യയന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വീടുകളല്ല ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്കൂള് ഞങ്ങൾക്ക് ചേർന്ന് നിൽക്കാവുന്ന ഒരു ഇടമായി മാറണം. വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ലോകം എന്നതിനേക്കാൾ ഉപരി ഒരു പരിസ്ഥിതിയുടെ ഏറ്റവും മികച്ച അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലമായിട്ട് സ്കൂളുകൾ മാറണം. അപ്പോൾ ഈ പോട്ട സ്കൂളിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴേ ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് പുൽത്തകിടി ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ പണികൾ പൂർത്തിയായിട്ടില്ല, മരങ്ങൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള പ്ലാനുകൾ, മുതിർന്നവർക്ക് നടക്കാനായിട്ടുള്ള പാതകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ആകെ ഇതിൻ്റെ മുഖച്ഛായ മാറിയിരിക്കുകയാണ്. തീർച്ചയായും ചാവറച്ചൻ വിഭാവനം ചെയ്തൊരു വിദ്യാഭ്യാസ വീക്ഷണമുണ്ട്. അതൊരു ഭയങ്കര വിപ്ലവകരമായിരുന്നു. അതായത് പള്ളിക്ക് ചുറ്റും പള്ളിക്കൂട അല്ലെങ്കിൽ പള്ളി പൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സഭയിൽ തന്നെ ഏക വ്യക്തി ഈ ചാവറ പിതാവായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാപിച്ച CMI സഭയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറ മെമ്മോറിയൽ ഈ സ്കൂൾ, UP സ്കൂളും ചാലക്കുടിയിലെ ഒരു വലിയ ചരിത്രം പേറുന്ന ഒരു വിദ്യാലയം തന്നെയാണ്. എനിക്ക് ഏറ്റവും അടുത്ത് എന്ന് പറയാനുള്ളത് ആ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തിയായിട്ട് നിലകൊള്ളുന്ന ഫാദർ ജോയ് കൊടിയനച്ചൻ. നിങ്ങൾക്കറിയാം, അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തി. അച്ഛൻ ഇപ്പോൾ ചികിത്സയിലാണ്. പക്ഷേ ഈ ചികിത്സയിലായിരിക്കുമ്പോൾ തന്നെ തൻ്റെ സ്കൂളിൻ്റെ ഒരു വലിയ പ്ലാൻ, വലിയ ലക്ഷ്യം അതെല്ലാം മനസ്സിലിട്ട് അച്ഛനും വാർഡ് കൗൺസിലറും PTA ഭാരവാഹികളും നഗരസഭയും എല്ലാം ചേർന്ന് മനോഹരമാക്കിയിരിക്കുകയാണ് ഈ സ്കൂളിൻ്റെ ഈ മുന്നിലേക്ക് കയറി ചെല്ലുന്ന ആ ഫ്രണ്ട് ഭാഗം വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ഇനിയും പണികൾ ബാക്കിയുണ്ട്. അതാണ് നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം, ഒരു നല്ല ജനപ്രതിനിധി ഒരു വാർഡിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേയേറെ വികസന പ്രവർത്തനം നടക്കാൻ പറ്റും. ഒരു കെട്ടിടം പണിയുമ്പോൾ നമ്മൾ കുറേയൊക്കെ വളരെ ആലോചിച്ച് വേണം കെട്ടിടം പണിയാൻ. ഇതിപ്പോൾ നമ്മൾ ഈ പോട്ട സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ആ പഴയ നൊസ്റ്റാൾജി ഒക്കെ നിലനിർത്തിയിട്ടുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് കാണാം പഴയ സ്കൂളിൻ്റെ കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ ചുമരുകളിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ പോട്ട സ്കൂളിൻ്റെ ആ പഴയ ഗൃഹാതുരത്തെ നിറഞ്ഞ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. സ്കൂളിന് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ പിറകിലേക്ക് നീക്കി എല്ലാം ഒരു പ്ലാനിങ്ങോടുകൂടി. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ള വ്യക്തിയാണ് വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര. അതുപോലെ തന്നെ അവിടുത്തെ PTA ഭാരവാഹികൾ, മാനേജ്മെൻറ്റ്, ചാലക്കുടി നഗരസഭയുടെ ഇടപെടൽ വളരെ എടുത്തു പറയത്തക്ക സംഭവമാണ്. ശുചിത്വ വികസന ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ഈ സ്കൂളിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും കോട്ട സ്കൂള് ആകെ അടിപൊളിയായിട്ടുണ്ട്. പ്രവേശനോത്സവത്തിലേക്ക് നാളെ ജൂൺ 2 ഇങ്ങനെ പുതിയ കൂട്ടുകാരെ കാത്തിരിക്കുകയാണ്. ഈ പുൽത്തകിടിയായിട്ടുള്ള ഗ്രൗണ്ടും മുൻവശവും എല്ലാം ചേർന്ന് വളരെ മനോഹരമായിട്ട് നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോട്ട സ്കൂൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ പോട്ട KECP സ്കൂളിൻ്റെ ഈ മാറിയ മുഖച്ഛായയെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹെഡ് മിസ്സസും വാർഡ് കൗൺസിലർ വത്സേട്ടനും അധ്യാപകരും ഒക്കെ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ കാണുന്നത്. കാരണം തൃശ്ശൂർ ദേവമാതയുടെ പ്രൊവിൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന CMI സഭയുടെ ഒരു വിദ്യാലയമാണ് ഇത്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോയച്ചനെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ സമയത്ത് ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇത്രയും ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഞങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ കണ്ണു നിറയാണ്. കാരണം ഞങ്ങളുടെ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഞങ്ങളൊരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ മാടി വിളിക്കുകയാണ്. അതിന് ഞങ്ങളെ എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാണ് ഈ സമയത്ത്.
CMI സഭയോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, എൻ്റെ സഹപ്രവർത്തകരോട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ വത്സൻ ചേട്ടനോട്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അച്ഛൻ മാറി നിൽക്കുമ്പോൾ അതൊരു വലിയൊരു വിടവ് തന്നെയായിരുന്നു. അതിനിടയിലേക്ക് ഞങ്ങളുടെ ആ ഒരു സഹനത്തിൻ്റെ വേളയിലേക്ക് കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അത്താണിയായിട്ട് വന്നത് ഞങ്ങളുടെ കൗൺസിലറായ വത്സൻ ചേട്ടനാണ്. കാരണം ഇതിൻ്റെ പ്ലാൻ തുടങ്ങി വത്സൻ ചേട്ടൻ എല്ലാ ദിവസവും ഇവിടെയുണ്ട്. എല്ലാ കാര്യത്തിനും കാലത്ത് വന്നു കഴിഞ്ഞാൽ ആള് വൈകിട്ടാണ് ഈ ഗ്രൗണ്ട് വിട്ട് പോകുന്നത്. കാരണം ഏതൊരു പ്രവർത്തനത്തിനും കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യം പകർന്ന് എല്ലാത്തിനും ഞങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് നന്ദി പറയാണ് ഞങ്ങൾ ഈ സമയത്ത് എൻ്റെ സഹപ്രവർത്തകരോടും. ഇതിൽ ഒരാൾ മാറി നിൽക്കുന്ന ഒരു പ്രതീതിയല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ പ്രയത്നിച്ചു, ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഞങ്ങളുടെ മക്കളെ കാത്തിരിക്കുകയാണ്. ഈ 2-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടി കുട്ടികൾക്കായിട്ട് പുതിയൊരു അന്തരീക്ഷം, പുതിയൊരു പാഠഭാഗങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ അധ്യാപകരായ ഞങ്ങൾ ക്ഷമയോടെ അതിനുവേണ്ടി സന്തോഷത്തോടെ നിൽക്കുന്നു. ചാവറച്ചന്റെ പേരിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു എയ്ഡഡ് വിദ്യാലയമാണ് കോട്ടയിലുള്ള ഞങ്ങളുടെ ഈ സ്കൂൾ. ഇതിന്റെ മുഖ്യ സാരഥി ഞങ്ങളുടെ ജോയച്ചനായിരുന്നു. ജോയച്ചന് പ്രത്യേക ആശുപത്രി ആവശ്യമായി രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതിൻ്റെ നേതൃത്വം ഇതിൽ ഞങ്ങളുടെ വാർഡ് കൗൺസിലർ വന്ന ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് വളരെ ചെളി പിടിച്ച് വളരെ വൃത്തികേടായി കിടക്കായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാക്കണമെന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചപ്പോൾ വാർഡ് കൗൺസിലർ ഞങ്ങളുടെ അടുത്തേക്ക് വരികയും ഇത് വേണ്ട മാസ്റ്റർ പ്ലാൻ ആൾ തന്നെയാണ് തയ്യാറാക്കിയത്. അതിൻ്റെ എല്ലാം ഭംഗിയായി ഇത്രത്തോളം എത്തുമ്പോൾ ഞങ്ങൾക്കുള്ള നന്ദി എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ഭംഗിയായി ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വളരെ ഭംഗിയായി തന്നെ ഈ ഗ്രൗണ്ട് ഇങ്ങനെയായി കിട്ടി. ഇനി നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് 10 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ബാത്റൂം സൗകര്യം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹൈടെക് ബാത്റൂം സൗകര്യം തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് 600ഓളം കുട്ടികളായിട്ടാണ് ഞങ്ങളുടെ ഈ സ്കൂള് ഈ പുതിയ അധ്യയന വർഷത്തേക്ക് കടന്നു വരുന്നത്. അതിന് ഞങ്ങൾ ചാവറച്ചനോടും ഈ നാട്ടുകാരോടും മുഖ്യമായിട്ട് വാർഡ് കൗൺസിലർ വത്സൻ ചേട്ടനോടും ഞങ്ങളുടെ നന്ദി പറയുകയാണ്. ഈ സ്കൂള് എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെ ഒരു ആശ്രയവും അത്താണിയുമായിട്ടുള്ളൊരു സ്കൂളാണ്. ഇതിൻ്റെ HM ജോയച്ചൻ വർഷങ്ങളോളമായി ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഈ സ്കൂളിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ നാടിൻ്റെ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും ഈ സ്കൂള് അങ്കണം വേദിയാവാറുണ്ട്. ഞാൻ വാർഡ് കൗൺസിലറായി വരുന്ന സമയത്ത് ഇവിടെ പോട്ട ഫെസ്റ്റ് ആയാലും അതോടൊപ്പം തന്നെ നഗരസഭ നിശ്ചയിക്കുന്ന ഏതൊരു പരിപാടി ആയാലും ഈ വിദ്യാലയത്തിൽ വെച്ചാൽ നടത്താറ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ വലിയ വലിയ ഹോളുകളിലൊക്കെ പോയി വിവാഹം നടത്താനും മറ്റും സൗകര്യമില്ലാത്ത ആളുകൾ ഈ ചവറ ഹോള് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഫങ്ഷൻസ്, അതും അച്ഛൻ പൈസ പോലും വാങ്ങാറില്ല, എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് വരുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൗൺസിലറായി വന്ന സമയത്ത് ഒരു PTA മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ സ്കൂള് കണ്ട സമയത്ത് കുട്ടികൾക്ക് കളിക്കാൻ പോലും വർഷക്കാലത്ത് സാധിക്കാത്തൊരവസ്ഥ. കാരണം ഇവിടെ ഉറവെടുക്കും, ഞണ്ടിൻ്റെ ശല്യമുണ്ട്, ഇവിടെ കുണ്ടും കുഴിയുമായി കിടക്കുന്നു. എത്ര കോറി വേസ്റ്റ് അടിച്ചാലും എത്ര നികത്തി എടുത്താലും കുട്ടികൾക്ക് കളിക്കാൻ പ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥിതിയിലല്ല ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. നമുക്ക് PTA-യും മാനേജ്മെൻറ്റും നാട്ടുകാരും കൂടി സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ വിദ്യാലയത്തിൻ്റെ ഈ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിനൊന്ന് പാകപ്പെടുത്തി എടുക്കണം എന്നൊരു നിർദ്ദേശം വെച്ചു. അത് അവിടെ വന്ന PTA അംഗങ്ങളും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും സ്കൂളിലെ സ്റ്റാഫും അച്ഛനും അത് സ്വീകരിക്കുകയും അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇത് എങ്ങനെയെങ്കിലും ഈ വിദ്യാലയത്തിൻ്റെ ഈ ഗ്രൗണ്ട് ഒന്ന് ശരിയാക്കിയെടുക്കണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പം അച്ഛൻ ഇവിടെ ഇല്ല, ഒരു ചികിത്സാർത്ഥം ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. എന്നിരുന്നാലും അച്ഛൻ പൂർണ്ണ സമയം ഇത് ശ്രദ്ധിച്ചുകൊണ്ടാണ്, സ്ക്രീൻ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ലെവൽസ് എടുക്കലും അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പ്ലാനിങ്ങും ഇതെല്ലാം തന്നെ അത് എനിക്ക് എൻ്റെ പ്രൊഫഷൻ അതായതുകൊണ്ട് ഞാനത് ചെയ്യുകയും അതിനെ തുടർന്ന് ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ പാകപ്പെടുത്തി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് CMI സഭ, അതോടൊപ്പം തന്നെ PTA, അതേപോലെ 3-ാം വാർഡ് വികസന സമിതി, പിന്നെ ഈ നാട്ടിലെ മറ്റു വാർഡുകളിലെ സഹായ ഹസ്തം നീട്ടാനായിട്ട് തയ്യാറായിട്ടുള്ള ആളുകളിൽ നിന്നെല്ലാം നമ്മൾ സഹായങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട്. എന്നിരുന്നാലും ഇത്രയൊക്കെ നമുക്ക് ആക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം.